പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ രാജശ്രീ. നന്ദനം ഫുഡ് ഫ്യൂഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ടൊമാറ്റോ കെച്ചപ്പാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കെച്ചപ്പിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്തിരിക്കാൻ സാധ്യതയുണ്ട്. അതൊന്നുമില്ലാതെ വീട്ടിൽ തന്നെ ഫ്രഷായിട്ട് എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിൽ തൊട്ടടുത്ത് തന്നെ കാണുന്ന ബെൽ ഐക്കണും ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇനി ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തക്കാളി, പഞ്ചസാര, കാശ്മീരി ചില്ലി പൗഡർ, വിനെഗർ, സവാള, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു. ആദ്യമായി തക്കാളിയുടെ ഈ ഭാഗം അങ്ങ് എടുത്തു മാറ്റണം. ശേഷം തക്കാളി എല്ലാം തന്നെ മുറിച്ചു വയ്ക്കണം. തീരെ ചെറിയ കഷ്ണങ്ങൾ ആക്കേണ്ട ആവശ്യമില്ല. പിന്നീട് ഇത് മൂടി വെച്ച് ഒന്ന് നന്നായി വേവിച്ചെടുക്കണം. ഏകദേശം 15 മിനിറ്റ് അടച്ചു വേവിക്കണം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ഇപ്പോഴിതാ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളിയെല്ലാം നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള പട്ട, ഗ്രാമ്പു എന്നിവയൊക്കെ ഒന്ന് മാറ്റിക്കളയണം. ഇല്ലെങ്കിൽ വല്ലാത്ത ഒരു ചുവ വരും. ഇതിപ്പോൾ നന്നായി തണുത്തു വന്നു. ഞാൻ ഒരു മിക്സി ജാർ എടുത്ത് അതിൽ 2 ബാച്ചാക്കി അരച്ചെടുക്കുകയാണ്. ഇതുപോലെ നല്ല പേസ്റ്റായി അരച്ചെടുക്കണം. ഇനി ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം. രണ്ടാമത്തെ ബാച്ചും അരച്ചെടുത്തു. അതും ഇതുപോലെ അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു തക്കാളി ജ്യൂസ് മാതിരിയാണ് ഉള്ളത്. ഇനി ഇത് ഒന്നുകൂടി പാനിൽ ഒഴിച്ച് തിളപ്പിക്കണം. ഇതിലെ വെള്ളമൊക്കെ വറ്റി തിക്കായി വരുന്നത് വരെ ഫ്ലെയിമിൽ വെക്കണം. അടിക്ക് പിടിക്കാതെ സൂക്ഷിക്കണം. ഞാനിതാ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു. കെച്ചപ്പിന് നല്ലൊരു കളർ വരാൻ വേണ്ടിയാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. ഇനി 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ശേഷം 4 ടേബിൾ സ്പൂൺ വിനെഗറും കൂടി ചേർക്കാം. തക്കാളിക്ക് പുളി കൂടുതലുണ്ടെങ്കിൽ വിനെഗർ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. മധുരമൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മുടെ കെച്ചപ്പ് ഏകദേശം തിക്കായി വരുന്നുണ്ട്. ഈ സമയത്ത് ടേസ്റ്റ് നോക്കി ഉപ്പോ മധുരമോ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ടേസ്റ്റ് നോക്കി, എല്ലാം കറക്റ്റാണ്. ഇപ്പോൾ നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കട്ടിയായി അവിടെ തന്നെ നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ പാകമായി എന്നർത്ഥം.
ഇതിപ്പോൾ കറക്റ്റ് പാകമാണ്. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇതാ നല്ല സൂപ്പർ ടൊമാറ്റോ കെച്ചപ്പ് റെഡിയായി കഴിഞ്ഞു. എല്ലാം വളരെ നാച്ചുറൽ ആയിട്ടുള്ളവയാണ് ഇൻഗ്രീഡിയൻസ്. അതുകൊണ്ട് ധൈര്യത്തിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.